ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരാറുള്ളൊരു ചോദ്യമുണ്ട്. അത് വേറൊന്നുമല്ല, കണ്ണൂർ എവിടെയാണ് നല്ല മന്തി കിട്ടാൻ ചോദിച്ചിട്ട്. വീക്കിലി എന്തായാലും മിനിമം ഒരു 50 മെസ്സേജെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ആ ചോദ്യത്തിന് മിക്കവാറും ഞാൻ ഒരേ മെസ്സേജ് തന്നെയാണ് കേട്ടോ റിപ്ലൈ കൊടുക്കാറുള്ളത്. അത് കണ്ണൂരിൽ നിന്ന് ഇവിടുന്നും എനിക്ക് നല്ലൊരു മന്തി കിട്ടിയിട്ടില്ല എന്നതാണ് ഞാൻ സ്വതവേ കൊടുക്കാറുള്ള മറുപടി. കാര്യം എനിക്ക് ബിരിയാണിനോടാണ് വല്ലാത്ത മുഹബത്തെങ്കിലും മന്തിയും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്താറുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് കാലമായി കേട്ടോ ഈ മന്തി സ്പോട്ടിൻ്റെ പേര് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിന് താഴെ കമൻറ്റിൻ്റെ രൂപത്തിലും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ DM-ൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് മാറി മാറി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലോട്ട്. സമയം ഇപ്പം രാത്രി ഏകദേശം ഒരു 9:30 2 മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. മട്ടൻ മന്തിയും പിന്നെ ഒരു ചിക്കൻ അൽഫാം മന്തിയും, രണ്ടും ക്വാർട്ടറാണേ. ഒരു സാധാരണ ചിക്കൻ മന്തി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തീർന്നു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് ഈ 2 ഐറ്റംസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഒരു പ്ലേറ്റ് മട്ടൻ മന്തിയും ഒരു പ്ലേറ്റ് ചിക്കൻ മന്തിയും എൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആദ്യം മട്ടൻ മന്തിയാണ് കഴിക്കുക. അതുകൊണ്ട് അത് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. അതിനുശേഷം ഈ അൽഫാം ചിക്കൻ മന്തിയിലോട്ട് പതുക്കെ അങ്ങോട്ട് കൈവച്ചേ. ചിക്കൻ അൽഫാമിൻ്റെ ഏത് പീസാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞ് എനിക്ക് ചെസ്റ്റ് പീസ് മതിയെന്ന്. കാരണം അൽഫാമിൻ്റെ രൂപത്തിലായാലും പ്രോട്ടീൻ കിട്ടിയാൽ നമ്മൾ വെറുതെ കളയണ്ടല്ലോ ഇത്. അങ്ങനെ ആ ചിക്കൻ അൽഫാം എല്ലാം ചേർത്തിട്ട് ഞാൻ ഈ മന്തി റൈസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ മന്തി റൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സലാത്ത, മയോണീസ് പിന്നെ കുറച്ച് സാലഡും ആയിരുന്നു കേട്ടോ. കോഴിക്കോട്, മലപ്പുറം, എറണാകുളത്തൊക്കെ ഉള്ള പോലെ നമ്മളെ മുമ്പിലത്തെ മന്തി റൈസ് അങ്ങോട്ട് കഴിച്ച് തീർത്താൽ അത് ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്യുന്ന പരിപാടി ഇപ്പോഴും കണ്ണൂരൊന്നും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലേ. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ ചിക്കൻ അൽഫാമും മട്ടണും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഈ മന്തി റൈസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി മന്തി റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. എന്നാലും അങ്ങനെ ഭയങ്കരമായിരുന്നു എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ മന്തി റൈസ് ഏകദേശം ഒരു 3 മിനിറ്റും കൂടി ഒന്ന് വെന്തിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായിരുന്നേ. മട്ടൺ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ മീറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അത് അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം മട്ടൻ്റെ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് മട്ടൺ ആയിരുന്നില്ല. കുറച്ചൊരു ചൂയി ടെക്സ്ചർ ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ പറയാറില്ലേ കഴിച്ച് തീർത്ത പാത്രം കാണിച്ചു തരണമെന്ന്, കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ അൽഫാം ചിക്കൻ മന്തിയിലെ അൽഫാം ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ മാത്രമുള്ള ഫ്ലേവറൊന്നും ആ അൽഫാമിന് ഉണ്ടായിരുന്നില്ല. 620 രൂപയാണ് ടോട്ടൽ ബില്ലായത്. പിന്നെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അവസാനം ഒരു ചൂട് കാവ കൂടിയുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മന്തി റൈസ് കഴിച്ചിട്ട് എനിക്കങ്ങനെ ഭയങ്കരമാണ് എന്നൊന്നും തോന്നിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മന്തി ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. ഇനി ഈ സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കീഴൂർ കുന്നിലുള്ള ബെയ്റൂട്ട് മന്തിയാണ് ഇത്. പിന്നെ അവരെനിക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ഫ്രീ ആയിട്ട് തന്നൊരു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അതും കൂടി അങ്ങോട്ട് കുടിച്ചിട്ട് നേരെ കണ്ണൂർ ടൗണിൽ പോയി എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു ചക്ക ഷേക്കും കൂടെ കുടിച്ചു. അതെ വിത്തൗട്ട് ആയിരുന്നു. അപ്പം ശരി.